ഹായ്, മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവരും ഒന്ന് മാജിക് മോർണിംഗ് നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് ടൈപ്പ് ചെയ്തേ മാജിക് മോർണിംഗ്. ഞാൻ ഓഡിയബിൾ ആണല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവരും വിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാജിക് മോർണിംഗ് വിഷസ് വരുന്നുണ്ട്. താങ്ക് യു ഓൾ. ദെൻ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ 2-3 ക്ലാസ്സുകളിലായിട്ട് എടുക്കുന്ന ടോപ്പിക് എന്താന്നുള്ളത് അറിയാം ഇല്ലേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ഗ്രിറ്റ്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ഗ്രിറ്റ് അല്ലെ, ഗ്രിറ്റ് പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് എടുക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഓസ്റ്റിൻ സാറാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് വരുന്നത് ഗ്രിറ്റ് പാർട്ട് 3 ആണ് അല്ലെ. നിങ്ങളുടെ പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു വർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ്സിലും ആ വർക്ക് തന്നെ. ഇനിയും പാഷൻ കണ്ടെത്താത്തവര് പാഷൻ വീണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ഓസ്റ്റിൻ സാറ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഗ്രിറ്റ് 3 ആണ് നമ്മുടെ പാർട്ട് 3 ആണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഓസ്റ്റിൻ സർ. യെസ്, താങ്ക് യു സോ മച്ച്. സർ എന്നൊന്ന് കോ-ഹോസ്റ്റ് ആക്കാവോ? ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നമ്മൾ 2 പ്രാവശ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും പാഷൻ ഒന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര പേര് കണ്ടെത്തി എന്ന് കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എത്ര പേര് കണ്ടെത്തി എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ആദ്യം പാഷൻ കണ്ടെത്താൻ പറഞ്ഞു, പിന്നെ നമുക്കതിന് പെർസെവറൻസ് വേണമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തേക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്തിൽ സക്സസ് ആയ ആൾക്കാർ നോക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് പറയാൻ എന്തായിരിക്കും? അവനതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ടാലന്റിനെ കുറിച്ചാണ് നമ്മൾ പറയാറ് അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പൊ നന്നായിട്ട് പാടുന്നൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാല് പറയും, അവൻ ഭയങ്കര പാടാൻ കഴിവുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നീരുവീഴ്ചയുണ്ടാവില്ല, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ പറയും, അവന് കഴിവുണ്ട്, എനിക്ക് കഴിവില്ല. അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന കുട്ടി, അവന് കഴിവുണ്ട്, നമുക്ക് കഴിവില്ല എന്ന് തോന്നും. അങ്ങനെ ആണെങ്കിൽ തോന്നിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് രഞ്ജന, താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ടാലന്റ് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ പാഷനും പെർസെവറൻസും ഉള്ള ചോദിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ടാലന്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാവോ? ആരെങ്കിലും ഒരാള്? ഹലോ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലും മതി. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെന്ന് തോന്നിയിരിക്കുന്ന കാര്യങ്ങള്. ടാലന്റ് ഏറി കേടണമെന്ന് തോന്നുന്നുണ്ട്. ടാലന്റ് ഓവറായ കാരണം പറയാൻ കഴിയാഞ്ഞിട്ടാണ് അറിയാം. ബിൻസി മാമിനെ കൈ വരയ്ക്കാൻ. ഓക്കെ, സിന്ധു മാമിന് പറഞ്ഞോളൂ. പാട്ട് പാടാനും വരയ്ക്കാനും ഒക്കെ എനിക്ക് പറ്റാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. അടിപൊളി ബീന മാം. ഓക്കെ, ബാക്കിയുള്ളവർക്കൊന്നും ഒരു കഴിവില്ല. എനിക്ക് പറയൂ. എനിക്ക് ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ടാലന്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നതിൽ നിന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. സ്പോർട്സിലെ നല്ല കഴിവുണ്ട്. സ്പോർട്സിൽ നല്ല കഴിവുണ്ട്. ഓക്കെ, സഫാൻ. ഓക്കെ, ഫൈൻ. സർ, ഞാൻ നന്നായി മെഹന്തി ഇടും. എന്ത് ചെയ്യും? മെഹന്തി. മെഹന്തി. അടിപൊളി, അടിപൊളി. ഓക്കെ, ചിത്രം വരക്കും. ആണ്. വെരി ഗുഡ്. ബാക്കി ആർക്കും കഴിവില്ല. കുക്കിങ്ങിന് കഴിവുണ്ട്. കേൾക്കാം. ശ്യാമിനി മാം പറഞ്ഞോളൂ. എനിക്ക് ടൈലറിങ്, കുക്കിങ്, ടീച്ചിങ്, ഇത് 3ലും കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെയും പോരാ, ലൈക്ക് ഞാൻ എന്താണ് ഇത് ചോദിക്കുന്നത് വെച്ചാല്, നമ്മളെല്ലാവരും ഒരു കഴിവില്ലാതെ ജനിച്ച ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ
അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിവേ, നമുക്കിപ്പോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കഴിവും കണ്ടെത്തണം. പക്ഷെ എനിക്ക് പറയാനുള്ള കേസ് എന്ന് വെച്ചാല് നമ്മുടെ നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ പോലും പല ആളുകളും പിറകോട്ട് പോകുന്നതിന്റെ ഒരു കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഇതിനകത്ത് കുറച്ചു പേരെങ്കിലും പറഞ്ഞു എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട്, കുക്കിംഗ് കഴിവുണ്ട്. പക്ഷെ നിങ്ങൾ ആരും, എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആരും അത്ര വലിയ വരക്കാരോ അത്ര വലിയ എന്താ പറയാ സാമ്പത്തിക വിദഗ്ധനോ ഒന്നും ആയിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പോഴും നമ്മളൊരു സാധാരണ ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മള് ശരിക്കും ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പല ആളുകളും എങ്ങും എത്താതെ നിൽക്കുമ്പോൾ നമ്മുടെ അത്ര പോലും കഴിവില്ലാത്ത ആൾക്കാരൊക്കെ ടോപ്പ് പെർഫോം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ലെവലിൽ ഭയങ്കരമായിട്ട് എത്തിയിരിക്കുന്നത് കാണാമായിരിക്കും. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന വളരെ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളെക്കാളും മോശമായിട്ടിരുന്ന പാടിയിരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ നിങ്ങൾ കോളേജോ അല്ലെങ്കിൽ വലുതായി എത്തുമ്പോൾ യൂട്യൂബിലൊക്കെ പാട്ട് പാടി ഭയങ്കര പൈസ സമ്പാദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങൾ ചെറുപ്പം വിചാരിക്കണോ നമ്മളത്ര ഒരു കഴിവില്ലാത്തൊരു ചെക്കനാണ്, അല്ലെങ്കിൽ വെറുതെ നമ്മൾ പറയുന്ന പോലെ മൂക്കട്ട ഒളിപ്പിച്ചൊക്കെ നടന്നിരുന്ന പയ്യന്മാര് നമ്മൾ ഭയങ്കര അടിപൊളി പഠിപ്പിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോഴും ഒരു കഴിവുമില്ല, ക്ലാസ്സിൽ മര്യാദയ്ക്ക് വരികയില്ല, പഠിക്കാത്ത ആൾക്കാരൊക്കെ അങ്ങനെ ഇപ്പൊ ഭയങ്കര കാശുകാരും വലിയ ബിസിനസ്സുകാരും ഭയങ്കര അടിപൊളിയായിട്ട് പറയണം. പൈസക്കൊന്നും ഒരു എന്താ പറയാ 10 പൈസ പോലും എടുക്കാനില്ലാത്ത ആൾക്കാരൊക്കെ വലിയ ബിസിനസ്സുകാരൊക്കെ ആയിരുന്നു. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളെക്കാളൊക്കെ കഴിവ് പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് ഭയങ്കര സംഭവമാണെന്ന് തോന്നി, ഇന്ന് നമ്മളെക്കാളും വലിയ സംഭവമായിട്ട് മാറിയ ആൾക്കാര് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ഉണ്ട്. ഇഷ്ടം പോലെ ആളുണ്ട്. ഒരു എക്സാമ്പിൾ പറയാമോ പെട്ടെന്ന്? അത് ഞാൻ പറയട്ടെ. പറഞ്ഞു. എന്റെ കോളേജില് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങള് 4 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു പയ്യൻ ക്ലാസ്സിൽ കയറൂല, ഒന്നും ചെയ്യൂല, വായിക്കുന്നതൊക്കെ തെറ്റിച്ചൊക്കെ വായിച്ചു. പക്ഷെ കോളേജിൽ എക്സാം പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ TV ചാനലില് വലിയ, അതായത് ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ ഒക്കെ കൂടെ ഇരുന്നിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഏഷ്യാനെറ്റ് ടോപ്പ് സിംഗറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട്. അവൻ എങ്ങനെ അവിടം വരെ എത്തി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ വലിയൊരു ചേഞ്ച് ആയിരുന്നു. എക്സാം പോലും പാസ്സായിട്ടില്ല. പക്ഷെ അവൻ എങ്ങനെ കർണാട്ടിക്കിൽ നിന്ന് അവൻ നേരെ വെസ്റ്റേണിലേക്ക് പോയി. അങ്ങനെ ആ ഒരു ട്രൂപ്പിലുണ്ട് ഇപ്പൊ. സൂരജ് എന്നാണ് പേര്. ഓക്കെ, താങ്ക് യു മാം, താങ്ക്സ് അലോട്ട്. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ടാലന്റ് ഉള്ള ആൾക്കാര് പലപ്പോഴും ടാലന്റ് ഭയങ്കരമായിട്ട് ഓവർ റേറ്റ് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരാൻ പറ്റാത്തതിന് എല്ലാം ഇപ്പോഴും പറയുന്ന ഒരു കാരണം നമ്മുടെ ടാലന്റ് ആണ്. ടാലന്റ് ഈസ് ഓവർ റേറ്റഡ് എന്ന് ജെഫ്രി കോൾവിനും പറഞ്ഞിട്ടുണ്ട്. ടാലന്റ് ഈസ് ഓവർ റേറ്റഡ്. നമ്മളിപ്പം ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഒരു മിത്ത് ഉണ്ട്, മൊസാട്ട് മിത്ത് എന്ന് പറഞ്ഞൊരു മിത്ത് ഉണ്ട്. മൊസാട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ? മൊസാട്ട് ആരാണ് അറിയോ? വലിയ സംഗീത വിദഗ്ധൻ, അറിയാലോ? മൊസാട്ട് ആണ് ഏറ്റവും വലിയ സംഗീത വിദഗ്ധൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അദ്ദേഹം 23-ാമത്തെ വയസ്സിൽ യെസ് അദ്ദേഹം 23-ാമത്തെ വയസ്സിൽ ഇത് നടത്തി, സിംഫണി നടത്തി. ഒരു മനുഷ്യന്റെ നമുക്കറിയാം, ഒരാൾ ഒരു സിംഫണി നടത്തണമെങ്കിൽ ഇദ്ദേഹത്തിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഒരു സിംഫണി നടത്താൻ പറ്റും എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ എല്ലാവരും പറഞ്ഞു, ഓക്കെ, മൊസാട്ട് ഈസ് ബോൺ ടാലന്റഡ്, ഹീസ് സംതിങ് ബിഗ്, നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാര്യം അയാൾ ജനിച്ചതിന്റെ മ്യൂസീഷ്യൻ ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തില് അങ്ങനെയല്ല. സംഭവം എന്ന് വെച്ചാല് ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ സിസ്റ്റർ മ്യൂസിക് പ്ലേ ചെയ്യുമായിരുന്നു. അപ്പൊ 3-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആ ഒരു മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് തോന്നി, പഠിച്ചു തുടങ്ങി. 5-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹം 2-3 ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ തുടങ്ങി. അതിനുശേഷം 18 വർഷങ്ങളുടെ നിരന്തര പ്രയത്നങ്ങൾക്ക് ശേഷമാണ് 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സിംഫണി അവതരിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 18 വർഷത്തെ പ്രയത്നം ആരും കണ്ടില്ല. എല്ലാവരും പറയുന്നതാണ് 23-ാമത്തെ വയസ്സിൽ സിംഫണി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര ടാലന്റാണ്. കാര്യം 23 വയസ്സുള്ള ഒരു പയ്യൻ സിംഫണി അവതരിക്കാന്ന് പറഞ്ഞാൽ
അന്ന് വരെ ലോകത്ത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല. അപ്പൊ എല്ലാവരും പറയുന്നത് മൊസാഡ് ഈസ് ഓവർ ടാലന്റഡ്. നോ, നോട്ട് ലൈക്ക് ദാറ്റ്. അദ്ദേഹത്തിന് 18 വർഷത്തെ, അതായത് 5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിന് ഹാർഡ് വർക്കിന്റെ എഫേർട്ടാണ് ഒരു സിംഫണി തന്നത്. ഇതുപോലെ തന്നെ സക്കീർ ഹുസൈൻ എടുക്കാം. നമുക്ക് തബലയില് സക്കീർ ഹുസൈൻ അല്ലാരക്ക ഖാന്റെ മകനായിരുന്നു. അപ്പൊ തബലിസ്റ്റ് ആണ്. അതുകൊണ്ട് ജനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തബലിസ്റ്റ് ആയതല്ല, അദ്ദേഹം അത്ര നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ഒരാളായിട്ട് മാറിയതല്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിക്കാനായിരുന്നു. അപ്പൊ പലപ്പോഴും തബല ഒന്നും പ്രാക്ടീസ് ചെയ്യാറില്ല, അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദർ ഇൻസിസ്റ്റ് ചെയ്തു, യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ ജനിച്ചതുകൊണ്ട് ജനിച്ച് വീണ ഉടനെ തന്നെ അദ്ദേഹം തബലയിൽ പ്ലേ ചെയ്ത് തുടങ്ങിയതല്ല. പിന്നെ ഈ ഫാദറിന്റെ ഒരു ജസ്റ്റ് ഒരു നിർബന്ധവും പിന്നെ അദ്ദേഹം അതിനകത്ത് എഫേർട്ട് എടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് എന്താ പറയാ മറ്റേ അദ്ദേഹം അതിനകത്ത് തബലയിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് മാറി. അപ്പൊ നമ്മള് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് വെൻ ടാലന്റ് ഡസൻ വർക്ക് ഹാർഡ്. ഇത് വളരെ ടിം നോക്കിന്റെ ഒരു വാക്കാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല്, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് വെൻ ടാലന്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. എന്ന് വെച്ചാല് ഒരാൾക്ക് ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം വേറൊരാള് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടാലന്റിനെ ബ്രേക്ക് ചെയ്യാൻ ഹാർഡ് വർക്കിന് സാധിക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു ടാലന്റ് ഉള്ള ആളെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. വെൻ ടാലന്റ് ഡസൻ വർക്ക് ഹാർഡ്. ടാലന്റ് ഉള്ളവർക്ക് ജയിക്കാൻ പറ്റൂല എന്നല്ല ഞാൻ പറയുന്നത്. ടാലന്റ് ഉള്ള ആളുകള് അവരതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മറ്റ് കഴിവുള്ള ആൾക്കാര്, കഴിവില്ലാത്ത ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പൊ യേശുദാസിനെ ഒന്ന് എടുത്തു നോക്കുക. യേശുദാസിന് ഇപ്പൊ 86 വയസ്സായി, ഇപ്പോഴും സംഗീത കച്ചേരി അവതരിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കും യേശുദാസ് ഈസ് എ ബോൺ സിംഗർ, ഈസ് വെരി ടാലന്റഡ്, ഈസ് വെരി, നമുക്കൊന്നും അങ്ങനെ ഒരിക്കലും ആവാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ 86-ാമത്തെ വയസ്സിലും യേശുദാസ് മുടങ്ങാതെ ചെയ്യുന്നത് ഡെയിലി 2.5 മണിക്കൂർ സാധകം ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിൽ ആരെങ്കിലും അതുപോലെ 2.5 മണിക്കൂറില്ലെങ്കിലും 1 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ യേശുദാസിനെ പോലെയോ അതിലും വലുതായിട്ടൊക്കെ നമുക്ക് മാറാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ വിചാരിക്കുമ്പോ അയ്യോ ഇവരൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുമ്പോൾ 72 24-ാമത്തെ 72 എന്ന് തോന്നുന്നു മമ്മൂട്ടി ഇപ്പോഴും വെറൈറ്റി റോളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാണ്. അതല്ലാതെ ഒരു 1-2 ഫിലിം ഹിറ്റ് ആയതോടുകൂടി ഞാൻ വലിയ സ്റ്റാർ ആയെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ഒരിക്കലും മമ്മൂട്ടിക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പലപ്പോഴും മമ്മൂട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്ന വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാള്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഒരു പയ്യൻ, മോഹൻലാലിനെ പറ്റി അത്രയും ഞാൻ കേട്ടില്ല. ഇപ്പൊ ഒരു പയ്യൻ ഫിലിമിൽ 1-2 ഫിലിമിൽ അഭിനയിച്ച പയ്യൻ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വരാണ്. ഈ അടുത്ത് മറ്റേ കാതലിന്റെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച പയ്യൻ ഇപ്പൊ ജസ്റ്റ് വന്നോളൂ. പക്ഷെ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ചെന്ന സമയത്ത് തന്നെ, മമ്മൂട്ടിനെ പരിചയപ്പെടാൻ ചെന്ന സമയത്ത് തന്നെ മമ്മൂട്ടി അങ്ങോട്ട് പറയണം, ഓക്കെ നീ ഇന്ന പടത്തില് ഇന്ന റോൾ ചെയ്തു. ഇവൻ പോലും മറന്നുപോയി. കാര്യം ഇന്ദ്രജിത്തിന്റെ കൂടെ ഒരു സിനിമ അഭിനയിച്ചു എന്നാണ് ഈ പയ്യനോട് പറയുന്നത്. തങ്കൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഒരാള്. അപ്പം സാർ ഞാൻ ഇന്ദ്രജിത്തിന്റെ കൂടെ പടം ചെയ്തിട്ടില്ല, പുള്ളി ഓർക്കുന്നില്ല. കാര്യം 2 സീനിലെ ചെയ്ത്, ചെറിയൊരു വേഷം ചെയ്ത്. അപ്പൊ അദ്ദേഹം മമ്മൂട്ടി പറഞ്ഞിടത്ത് ഇന്ന പടത്തിൽ ഇന്ന സ്ഥാനത്തിൽ നീ ചെയ്തു പറഞ്ഞപ്പോഴാണ് പുള്ളി തന്നെ ഓർക്കുന്നത്. കാര്യം അത്രയ്ക്കധികം അപ്ഡേറ്റ് ചെയ്യും, അത്രയ്ക്കധികം പഠിക്കുകയും ചെയ്തിട്ടാണ് അവര് ആ ഫീൽഡിൽ നിലനിന്ന് പോകുന്നത്. അപ്പം നമുക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സക്സസ്ഫുൾ ആവണമെങ്കിൽ, എന്തെങ്കിലും ടോപ്പിലേക്ക് വരണമെങ്കിൽ ഹാർഡ് വർക്ക് ഇല്ലാതെ, കണ്ടിന്യൂസ് എഫേർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ടാലന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് എഫേർട്സ് കൗണ്ട് ട്വൈസ്. ടാലന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മീൻസ് ടാലന്റ് ഉള്ളവർക്ക് അത് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യമാണ്. പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു എഫേർട്ട്, അതാണ് അതിനേക്കാളും. ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ടാലന്റ് ഒരാളാണ്ട്, ആ ടാലന്റിലേക്ക് നിന്ന് അച്ചീവ്മെന്റിലേക്ക് എങ്ങനെ നമുക്ക് വരാൻ പറ്റും നോക്കി കഴിഞ്ഞാല് ടാലന്റ് ഇൻടു എഫേർട്സ്. ടാലന്റിന്റെ കൂടെ എഫേർട്സ് എടുക്കുന്ന സമയത്ത് അതെന്താവും? സ്കിൽസ് ആവും. സ്കിൽസിന്റെ കൂടെ എഫേർട്സ് എടുക്കുന്ന സമയത്ത് എന്താവും? അത് അച്ചീവ്മെന്റ് ആവും.
ഇതില്ലാതെ, ഈ എഫേർട്സ് ഇടാതെ ഒരിക്കലും നമുക്ക് വലിയ ജീവിതത്തിൽ സക്സസ്ഫുള്ളോ അല്ലെങ്കിൽ ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ടാലന്റ് കുറച്ച് കുറവാണെങ്കിൽ പോലും ഇഫ് യു ടേക്ക് എഫേർട്സ് കണ്ടിന്യൂസ്ലി ഓൺ യുവർ ഒരു ചെറിയൊരു സംഭവത്തിൽ നിങ്ങൾ എഫേർട്സ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ബിഷപ്പ് ചെയ്യും. ഞാൻ നിങ്ങളോട് ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സിംഗിങ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം പെർട്ടിക്കുലർ ഒരു തിങ് നിങ്ങൾ ഒരു 10,000 hours 10,000 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബിക്കം മാസ്റ്റർ ഓൺ ഇറ്റ്. ഇതാണൊരു തമ്പ് റൂൾ. ഇത് സച്ചിൻ ടെണ്ടുൽക്കറും എ.ആർ. റഹ്മാനും എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു തമ്പ് റൂളാണ്. ഇഫ് യു ഡു 10,000 hours in a particular thing, you will become master on it. അതിപ്പം ബിസിനസ് കോച്ചിങ് ആവാം, ബിസിനസ് ആവാം, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 10,000 hours അതിനകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും യു ക്യാൻ ബി എ മാസ്റ്റർ ഓൺ ഇറ്റ്. അപ്പോ അതിന് നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഞാൻ അതുകൊണ്ടാണ് ഒരു പാഷൻ നോക്കാൻ പറഞ്ഞത്. അതിനകത്തൊരു സ്കിൽ സെറ്റ് ബ്രൂസ് ലീ പറഞ്ഞിട്ടുണ്ട്. ബ്രൂസ് ലീ പറഞ്ഞ ഒരു കുറച്ചും കൂടി നല്ല രസകരമായിട്ടുള്ളൊരു വാചകം ഇതാണ്. എന്താണ്? എനിക്ക് 1000 അടവുകൾ അറിയുന്നവനെ എനിക്ക് പേടിയില്ല, ഒരടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്യുന്നവനെ എനിക്ക് ഭയമാണ് എന്ന് ബ്രൂസ് ലീ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മാസ്റ്റർ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഇരിക്കുന്ന ഒരു ഹോട്ടലിലാണ്. എനിക്കൊരു ഇന്നലെ ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. അപ്പം എന്റെ റൂമിൽ കൊളീഗ് ഉണ്ട്. ആൾ മിക്കവാറും എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും, നന്നായിട്ട് എന്താ പറയാ, അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടതിന്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഈ ഒരു അവേഴ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ ആം ആഡിങ് ദാറ്റ് ഹാഫ് ആൻ അവർ ടു മൈ 10,000 hours. എന്റെ 10,000 മണിക്കൂറിലേക്ക് ഒരു അരമണിക്കൂർ കൂടി ഞാൻ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം ദ മാസ്റ്റർ ഇൻ എ വൺ ഡേ. സോ ആ ഒരു ദിവസം എന്നെ ബീറ്റ് ചെയ്യാനായിട്ട് വേറൊരാൾ ഉണ്ടാവില്ല. അപ്പൊ ഞാനത് ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് എത്ര ട്രെയിനിങ് എടുക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്നെക്കാളും എഫേർട്സ് എടുക്കുന്ന അല്ലെങ്കിൽ എന്നെക്കാളും നന്നായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സൈഡിൽ കൂടെ വരികയും അവര് എന്നെക്കാളും വലിയ വിജയം നേടിയെടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങൾക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം. പക്ഷെ ഞാനത് വേണമെങ്കിൽ റസാഖ് സാറിന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചോദിക്കാം. ഇതിനകത്ത് നിങ്ങൾ എത്ര ഗ്രിറ്റി ആർ യു, നിങ്ങൾക്ക് എത്ര ഗ്രിറ്റ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ ന്യൂ ഐഡിയാസ് ആൻഡ് പ്രോജക്ട്സ് സംടൈംസ് ഡിസ്ട്രാക്ട് മീ ഫ്രം പ്രീവിയസ് വൺ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ള മാർക്ക് ഇടാം. അതായത് ഒരു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം വരുമ്പോൾ എന്റെ പഴയ കാര്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നുണ്ടോ? സെറ്റ് ബാക്സ് ഡസൻ ഡിസ്കറേജ് മീ, ഐ ഡോണ്ട് ഗീവ് അപ്പ് ഈസിലി. അതായത് എന്തെങ്കിലും സെറ്റ് ബാക്സ് വരുന്ന സമയത്ത് അത് എന്നെ ബാധിക്കാറില്ല, ഇതിലെ ബാധിക്കാറില്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതുന്നത് മനസ്സിലാവും. ഒന്നില് 1, 2, 3, 4, 5 എന്ന് പറയുമ്പോൾ മറ്റേതില് 5, 4, 3 ആണ്. അപ്പൊ അതിന് ബാധിക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് തരാം. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കൊടുത്തേണ്ടി ഇതിന്റെ സ്കോർ കിട്ടിക്കഴിഞ്ഞാല് ഒരു സ്കോർ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം ഗ്രിറ്റിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഗ്രിറ്റ് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ജീവിതത്തില് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വിജയിക്കാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഡു യു ഹാവ് എ ലൈഫ് ഫിലോസഫി, ആർ യുവർ പ്രയോറിറ്റീസ് ഇൻ ഓർഡർ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിലോസഫി ഉണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പർപ്പസ് നിങ്ങളോട് ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് ചോദിച്ചു. ശരിക്കും നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങളിവിടെ കുറച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ലൈഫ് സ്പാനേ നമുക്കുള്ളൂ. ഒരു 70 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. കണ്ണടച്ച് തുറക്കണേ മുമ്പ് തന്നെ നമ്മുടെ പോകും. അപ്പൊ നമുക്ക് ശരിക്കും ഒരു ലൈഫ് സ്പാൻ എന്താണ് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങള് ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഹലോ,
ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ് എന്നോ നോ എന്ന് പറയോ? ആലീസ് ഇൻ വണ്ടർലാൻഡ് ആ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സർ, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഓക്കെ. ആലീസ് ഇൻ വണ്ടർലാൻഡില് ആലീസ് ഇങ്ങനെ അറിയാലോ ഒരു വണ്ടർലാൻഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആലീസിന് എപ്പോഴെങ്കിലുമൊക്കെ പ്രോബ്ലം വരുന്ന സമയത്ത് ആലീസിനെ സഹായിക്കാനായിട്ട് ഒരു ക്യാറ്റ് വരും, ചെഷർ ക്യാറ്റ്. അപ്പൊ സോറി, ഈ ചെഷർ ക്യാറ്റിന്റെ പ്രത്യേകിച്ച് ഏതൊരു സാഹചര്യത്തിലും ആലീസിനെ സഹായിക്കാൻ വേണ്ടി ചെഷർ ക്യാറ്റ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ആലീസ് വണ്ടർലാൻഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരു 2 വഴി കാണാം. ഒരു വഴി വന്നിട്ട് 2 വഴിക്കാണ് തിരിയുന്നത്. ഒരു വഴി ലെഫ്റ്റിലോട്ടും ഒരു വഴി റൈറ്റിലോട്ടും. ആലീസ് ആകെ കൺഫ്യൂസ്ഡ് ആയി, ഏത് വഴിക്ക് ഞാൻ പോകണം. ആ സമയത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ചെഷർ ക്യാറ്റ് ആലീസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചെഷർ ക്യാറ്റ് ചോദിച്ചു, ആലീസ് വാട്ട് ഹാപ്പൻ, വാട്ട് യു വാണ്ട് ടു ഡു? അപ്പൊ ആലീസ് പറഞ്ഞു, ദർ ഇസ് 2 ways, ഏത് വഴി ഞാൻ തിരഞ്ഞെടുക്കണം? അപ്പൊ ആലീസിനോട് ചെഷർ ക്യാറ്റ് പറഞ്ഞ ഒരു ഡയലോഗ് ചോദിച്ചത് എങ്ങനെയാണ്, വോ യു വാണ്ട് ടു ഗോ, നിങ്ങൾക്ക് എങ്ങടാ പോണ്ടേ, ആലീസിന് എങ്ങടാ പോണ്ടേ? അപ്പൊ ആലീസ് പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, ഐ ഡോണ്ട് നോ, എങ്ങടെ പോണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാര്യം ഇതൊരു വണ്ടർലാൻഡ് ആണ്, അപ്പൊ അതിൽ ഒരു 2 വഴിയുണ്ട് എവിടെ പോണെന്ന്. അപ്പം കാറ്റ് തിരിച്ചു പറയുന്ന ഒരു ഡയലോഗ് എന്താണ്, ഇഫ് യു ഡോണ്ട് നോ വേർ യു വാണ്ട് ടു ഗോ, യു ക്യാൻ ചൂസ് എനി വേ, യു ക്യാൻ ചൂസ് എനി വേ. എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ ഫിലോസഫി എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴിയൊക്കെ മറ്റേ ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ കൃത്യമായ ഒരു പർപ്പസ് വേണം. ഞാൻ എന്തിനീ ഭൂമിയിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ മരിക്കുമോ എന്റെ എന്താ പറയാ, എന്റെ കുഴിമാടത്തിൽ എന്ത് എഴുതി വെക്കും, നമ്മൾ മരിച്ച എന്ത് എഴുതി വെക്കും എന്ന് ചോദിക്കണം. ലൈക്ക് ചില ആളുകൾ, വലിയ ആളുകളൊക്കെ മരിക്കുമ്പോൾ കുഴിമാടത്തിൽ ഒരു ഡയലോഗ് എഴുതി വെക്കൂലേ, ഇവൻ എന്തിൽ സക്സസ് ആയിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്ര വലിയ അവാർഡ്സ് കിട്ടി, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്തു. സോ നമ്മളൊക്കെ മരിക്കുമ്പോൾ എന്ത് എഴുതി വെക്കും, അല്ലെങ്കിൽ എന്റെ ലൈഫിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി നമുക്ക് ജീവിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഗ്രിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 4 എലമെന്റ്സ് ഉണ്ട്. ഈ 4 എലമെന്റ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 4 എലമെന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ ഗ്രിറ്റ് പെർഫെക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. 4 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമുക്ക് ഒരു കാര്യം, ലൈക്ക് ഒരു കാര്യത്തിനോട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്ട് ഈസ് യുവർ പർപ്പസ്, വാട്ട് ഈസ് യുവർ പാഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ഹാർവാർഡിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പീപ്പിൾ ഡസന്റ് ഹാവ് പ്രോപ്പർ ഇൻട്രസ്റ്റ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റും ഒരു കാര്യത്തിലും ആളുകൾക്ക് ഇല്ല എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്കൊരു നമ്മുടെ ഒരു പർപ്പസും ഒരു പാഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട് ഞാൻ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതലേ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കാര്യം എനിക്കറിയാം ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ 25 വയസ്സുള്ളവരുണ്ട്, 30 വയസ്സുള്ളവരുണ്ട്, 40 ഉള്ളവരുണ്ട്, 50 ഉണ്ട്, 75 ഉണ്ട്, അത്രയെങ്കിലൊക്കെ ഉണ്ടാവായിരിക്കും. 75 ഉള്ള ആൾക്കാരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്, നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, ഒന്നും കൂടി കോളേജിൽ പോകാൻ പറ്റുക, ഞാൻ എന്ത് പഠിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഉള്ളൊരു സാധനം. അതായത് എനിക്ക് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇതുവരെ ചിലപ്പോൾ ഇപ്പൊ സർക്കാർ ജോലിയിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് റിട്ടയർഡ് ആയ ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം വെച്ചാല്, നിങ്ങൾ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്ത് തുടങ്ങാനായിരിക്കും താല്പര്യം? ഫിഗർ ഔട്ട് വാട്ട് യു എൻജോയ് ഡൂയിങ് മോസ്റ്റ് ഇൻ ലൈഫ് ആൻഡ് ദെൻ ട്രൈ ടു ഡു ഇറ്റ് ഫുൾ ടൈം. ലൈഫ് ഈസ് ഷോർട്ട്, ഫോളോ യുവർ പാഷൻ. വിൽ ഷോർട്സ് എഡിറ്റർ ന്യൂയോർക്ക് ടൈംസിന്റെ അദ്ദേഹം പറഞ്ഞാണ്, ഫിഗർ ഔട്ട് വാട്ട് യു എൻജോയ് ഡൂയിങ് ദ മോസ്റ്റ് ഇൻ ലൈഫ്. അപ്പൊ പാട്ട് പാടാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും യു ഹാവ് ടു സ്റ്റാർട്ട് എ കരിയർ ആസ് എ സിംഗർ. അതല്ലെങ്കിൽ എന്നിട്ട് അത് മാക്സിമം ഫുൾ ടൈം ചെയ്യാൻ നോക്കാം. ഇപ്പം ഏറ്റവും രസം പറഞ്ഞാൽ, ഞാൻ ഇന്നലെ തിരുവല്ലയിൽ ഒരു പ്രോഗ്രാമിന് ഇവിടെ വന്നാണ്. ജസ്റ്റ് ഞങ്ങൾക്കൊരു അവാർഡ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റീഫൻ ദേവസിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശിവമണിയുടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. 2.5 hours ഉണ്ടായിരുന്നു. ഞാൻ ആ സെഷനിൽ മൊത്തം ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 പേരുടെയും ഒരു എനർജി കാണണം. അവര്
അവരും സ്റ്റീഫൻ ദേവസിയുടെ ഒക്കെ പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കണം. അവര് ഈ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് അത്രയും ഫാസ്റ്റ് ആയിട്ടും അത്രയും ഇൻ ഡെപ്തിലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഓരോ സാധനം പ്ലേ ചെയ്യുമ്പോഴും ചിരിച്ച് ഭയങ്കരമാണ്. ഞാനപ്പോ ആലോചിച്ചു, ദൈവം ഇത്രയും ഈ 2 മണിക്കൂറൊക്കെ കൊട്ടുമ്പോ കൈ വേദനിക്കില്ലേ, അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ പ്ലേ ചെയ്യുമ്പോ ഇത് ബുദ്ധിമുട്ടാവര്. പക്ഷെ ദേ റിയലി എൻജോയ്ഡ്. അവര് ആളുകളെ ഇങ്ങനെ ശരിക്കും ഒരു 2 hours തീരുന്ന പ്രോഗ്രാം അരമണിക്കൂർ കൊണ്ട് നീണ്ട കാര്യം ആളുകൾ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോ. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്താൽ നമുക്ക് അതില് വലിയൊരു പാഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് മണിയും വരും. ഇപ്പൊ ശിവമണി എന്ന് പറഞ്ഞാൽ അതിന്റെ നിങ്ങൾക്കറിയാം, ലെജൻഡറി ആണ്. എ.ആർ. റഹ്മാന്റെ മെയിൻ കൂടെയുള്ള ആളാണ്. അപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോ സ്റ്റീഫൻ ദേവസി പറഞ്ഞ വെച്ചാല് നോർമലി 1 hour പ്ലേ ചെയ്തിട്ട് പുള്ളി പോകും. കാര്യം വെച്ചാൽ പുള്ളിക്ക് അത്രയും പൈസയും കൊടുക്കണം. ജസ്റ്റ് പുള്ളിനെ ഒരു ഷോപ്പ് പീസ് ആയിട്ട് കൊണ്ടുവരാനാണ് ഇവർ വന്നത്. പക്ഷെ എൻറ്റയർ 2.5 പ്രോഗ്രാംസിന് പുള്ളി ഡ്രംസ് വായിക്കായിരുന്നു. കാര്യം അദ്ദേഹത്തിന് വായിക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പാട്ടുകളൊക്കെ വായിക്കാൻ ഡ്രമ്മറൊക്കെ വേറെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം സ്റ്റേജ് വിട്ടു പോയേ ഇല്ല. ഈ 2.5 മണിക്കൂറും സ്റ്റേജിൽ നിന്ന് അവർ പെർഫോം ചെയ്യാൻ. അവർക്ക് വേണമെങ്കിൽ പറയാം, എന്റെ സമയം കഴിഞ്ഞ് മാറിയിരിക്കാം, ഇനി ഇത്. കാര്യം അത്രയും ചെയ്യാനാണ് അയാൾക്ക് അത്രയും പൈസ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ദേ ഡു ദാറ്റ് ബിക്കോസ് ദേ ഹാവ് എ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജോലി ചെയ്യാണ് എന്ന് തോന്നില്ല. അവർ ആ ഈച്ച് മൊമെന്റ് ദേ ആർ എൻജോയിങ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ്. ഞാനിപ്പോ ഒരു കുട്ടിയുടെ വീഡിയോ കാണിക്കാം. പയ്യനാണ്. ഈ പയ്യന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ചെറിയ പയ്യനാണ്, ജൂനിയർ മെസ്സി എന്നറിയപ്പെടുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ ഭയങ്കര, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണം. സോ ഡെയിലി നിങ്ങൾ ഇപ്പം ഗ്രിറ്റിൽ 4 കാര്യങ്ങളാണ്. നമ്മൾ 1 ഇൻട്രസ്റ്റ് വേണം, 2 പ്രാക്ടീസ് ചെയ്യണം, 3ാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം, ഇൻസ്പിറേഷൻ വേണം. ഇപ്പം ഞാൻ ഈ ഒരു കുട്ടിയുടെ സ്റ്റോറി എന്ന് വെച്ചാല് അലക്സ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ചെറുപ്പത്തിലെ ക്യാൻസർ വന്നു. അപ്പം ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ രോഗമാണ് അവരുടെ 3ാമത്തെ വയസ്സിൽ അവർക്ക് വന്നത്. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാല് ഡോക്ടറെ അടുത്തൊക്കെ പോയപ്പോ കുറെ കുട്ടികൾ ട്രീറ്റ് ചെയ്യാൻ പൈസ ഇല്ലാതെ, അലസ്കോട്ട് എന്നുള്ള പേര്, ട്രീറ്റ് ചെയ്യാൻ പൈസ ഇല്ലാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവള് എന്താ ചെയ്തെന്നറിയോ? ഈ 3 വയസ്സുള്ള കൊച്ചാണ് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇവള് വീടിന്റെ ഫ്രണ്ടിൽ ലെമനോയിഡ് എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു പരിപാടി എന്നിട്ട് എഴുതി ഇത് ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവളിത് നാരങ്ങ വെള്ളം വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പൈസ ഇവള് കൂട്ടി വെച്ച് ഡോക്ടർക്ക് കൊണ്ടുകൊടുത്തു. പിറ്റേ പ്രാവശ്യം 5ാമത്തെ വയസ്സിൽ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് എന്നപ്പോ $4000 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവളെ ഇത് ഇൻസ്പിറേഷൻ ആയിട്ട് കുറെ പേര് ഇങ്ങനെ തുടങ്ങുകയും ഈ പൈസ ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 9ാമത്തെ വയസ്സിൽ ഇവള് മരിച്ചു. 9ാമത്തെ വയസ്സിൽ മരിക്കുമ്പോ $10 million ആണ് അവള് 9ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ക്യാൻസർ പേഷ്യൻസിന്റെ റിസർച്ചിനും ക്യാൻസർ പേഷ്യൻസിനും വേണ്ടി ചെലവാക്കി. അതുപോലെ 2018 കണക്കനുസരിച്ച് ഏകദേശം $100 million ഇവള് ഈ അലക്സ് ലെമനോയിഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വഴി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ പാരന്റ്സ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി ചെയ്തൊരു എഫേർട്ടാണ്. അപ്പൊ നമുക്ക് ലൈഫിൽ നമുക്കൊരു പർപ്പസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പർപ്പസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 4ാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതൊരു ഹോപ്പ് വേണം. ലൈക്ക് എന്താ പറയാ, ഇന്നല്ലെങ്കിൽ നാളെ അത് റെഡി ആവും. അല്ലെങ്കിൽ ഞാനിപ്പോ ഈ ഒരു കഷ്ടപ്പാടുകളൊക്കെ വളരെ എന്താ പറയാ
പതുക്കെയാണ് എന്തായാലും ഞാൻ ഇതിനകത്ത് സക്സസ് ആവും എന്നുള്ളൊരു ഹോപ്പും നമ്മുടെ ലൈഫിൽ വേണം. അതിനെ നമുക്ക് ക്ഷമയോടെ ബോധത്തോടുകൂടി കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സക്സസ് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്തായാലും 2-3 മിനിറ്റ് എക്സ്ട്രാ എടുത്തു എങ്കിലും പറയാം. നമ്മൾ പറഞ്ഞത് ഗ്രിറ്റ് നേടാൻ വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രാക്ടീസ് പ്രാക്ടീസ്. മൂന്നാമത്തെ കാര്യം ഇൻസ്പിറേഷൻ, പർപ്പസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നാലാമത്തെ കാര്യം ഹോപ്പ് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ലെവലിലും ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് ഭയങ്കര സക്സസ് ആവാൻ പറ്റും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഓവർ ടു യു മുഫീബ. താങ്ക് യു സർ. താങ്ക് യു ഓസ്റ്റിൻ സർ. താങ്ക് യു സോ മച്ച്. ഗ്രീറ്റിന്റെ പാർട്ട് 3 അല്ലെ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, കാരണം ടൈം ഓൾമോസ്റ്റ്. ദിവ്യ മാം താങ്ക് യു. ആർക്കെങ്കിലും? ഓക്കെ, സിന്ധു മാം ചോദിച്ചോളൂ. പാട്ട് പഠിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ വോയിസ് ഒക്കെ കറക്റ്റായി കിട്ടുന്ന ഒരു തോന്നലില്ല. അതുപോലെ ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ശരിയാവൂ എന്നുള്ള ടെൻഷൻ നല്ല ഉണ്ട്. എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പാട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് ഞാന് എന്റെ 10ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുമ്പോ എന്റെ പേര് ഞാൻ അതില് എന്റെ പരിചയപ്പെടാൻ വേണ്ടി എന്റെ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തപ്പോ അതിലുണ്ടായിരുന്ന എല്ലാ കൂട്ടുകാരികളും എന്റെ ഫോട്ടോ അടക്കം ഇട്ടുകൊടുത്തപ്പോൾ അവര് ചോദിച്ചു, ഈ സിന്ധു നമ്മളെ പാട്ട് പാടിയിരുന്ന സിന്ധു അല്ലേ? അങ്ങനെയാണ് ഇന്നും എന്റെ സ്കൂളിലും എന്റെ കൂട്ടുകാരികളുടെ ഇടയിലും ഞാൻ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പക്ഷെ അന്നത്തെ ആ ഒരു ടാലന്റ് ഒക്കെ പോയി, ആ ഒരു ശബ്ദങ്ങളൊക്കെ പോയി. ഇപ്പോ പ്രാക്ടീസിന്റെ കുറവ് തന്നെയാണ്. നമുക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടില് അതിനുള്ളൊരു സാഹചര്യം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം നമ്മളെ മൈൻഡിൽ നിന്ന് പോയി. ഇപ്പൊ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ പഠിക്കണം എന്ന്. പക്ഷെ ഇതൊക്കെയാണ് മനസ്സിൽ സംശയങ്ങൾ. ശബ്ദം ശരിയാവില്ല, ശ്വാസം എടുത്ത് പാടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്ക്. സാധിക്കും സാറേ. സാധിക്കാണ്ടൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ഞാൻ ഈ പ്രായത്തിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഗ്രൂപ്പിലൊക്കെ ഒരു നല്ല സിംഗറായിട്ട് വരാൻ പറ്റും. ഒരു ഹാഫ് ആൻ അവർ ടു 1 അവർ പ്രാക്ടീസ് ചെയ്താൽ മതി, എന്തായാലും നടക്കും. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ടാലന്റ് ഉള്ളതാണ്. അന്നുള്ള ആൾക്കാർ നിങ്ങളുടെ പാട്ട് ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ടാലന്റ് ഇൻ യു. ബട്ട് അത് മോശപ്പെട്ടു പോകാൻ ഞാൻ പറഞ്ഞില്ലേ, ടാലന്റിന്റെ കൂടെ എഫേർട്സ് എടുക്കാത്തതുകൊണ്ടാണ് അത് പോയത്. പക്ഷെ സ്റ്റിൽ ഇഫ് യു ടേക്ക് എഫേർട്സ് യു ക്യാൻ. കുറച്ച് ദിവസം ഞാനൊരു മാഷടുത്ത് പോയ സമയത്ത് മാഷ് കുറച്ച് സരിഗമയൊക്കെ ഇട്ടന്നിട്ട് ഇങ്ങനെ ചെയ്തപ്പോ എന്നോട് പറഞ്ഞ് ടീച്ചർക്ക് പറ്റും, കാരണം അവര് പാടുന്ന അതേ ഇതിൽ ഞാൻ വരുന്നുണ്ട്, പാടാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് വല്ലാതെ ബ്രീത്തിങ് അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി വരുന്ന ആ ഒരു പ്രശ്നം. യു ക്യാൻ റീസ്റ്റാർട്ട്. ഞാൻ അത് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് കാര്യം തുടങ്ങുന്ന വെച്ചാൽ അത് പാട്ടായിരിക്കും. അത് പാട്ട് തന്നെ തുടങ്ങിക്കോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിന്ധു മാം, നല്ലൊരു പേഷ്യൻസ് ഉള്ള ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുക, അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് തൊട്ട് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ എല്ലാരും സരിഗമ പറഞ്ഞ. ശരിക്കും ബേസിക് അതാണ്. അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം ഞാൻ 4 വർഷം പഠിച്ച് മ്യൂസിക് കോളേജിൽ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് മാർക്കും വാങ്ങി ഞാൻ വേറൊരു ഗുരുവിനെ അടുത്ത് പോയപ്പോ ആ ഗുരു എന്നെ ഒന്നേന്ന് ബേസിക്കിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നിട്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വേറെ. നമ്മൾ പാട്ടൊക്കെ താനേ വന്നോളും. ഈ ബേസിക് കുറച്ച് കഴിഞ്ഞാല് ബ്രീത്തിങ് കൺട്രോള് കിട്ടും, സ്വരം നമ്മുടെ ശുദ്ധത വരും. അപ്പൊ എന്തായാലും സിന്ധു മാം വളരെ താമസിയാതെ തന്നെ തുടങ്ങിയേക്ക. അപ്പൊ സാറിന്റെ ഇന്നത്തെ സെക്ഷനില് നിരന്തര പ്രാക്ടീസില് ഞാനൊരു 10 കുട്ടികളെ കൊണ്ട് മഹാരാഷ്ട്രയിൽ പോയിരുന്നു. ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് ഫസ്റ്റ് കിട്ടി. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്, 10 മക്കളും ഞാനും. ഇന്നലെ രാത്രി വൈകുന്നേരം ആയപ്പോ വന്നു. കണ്ണൂര്, കോഴിക്കോട്, കൊയിലാണ്ടി ഒക്കെ സ്വീകരണം ഉണ്ടായിരുന്നു.
ശരിക്കും ഈ സാറ് പറഞ്ഞ അതിനോടുള്ള ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ അതൊക്കെ വരുമ്പോ നമുക്ക് ജയിക്കണം എന്നുള്ളൊരു വലിയൊരു വാശിയോടുകൂടി പോയതായി പ്രാവശ്യം. അന്ന് അത്രയും പ്രാക്ടീസ് ചെയ്ത് 26 സംസ്ഥാനങ്ങളെ പിന്നാക്കിക്കൊണ്ട് ഞങ്ങള് കേരളത്തിന് ഓവറോൾ 3-ാം സ്ഥാനം വാങ്ങിക്കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നലെ എത്തിയിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത പറയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെക്ഷനായിട്ട് ഓസ്റ്റിൻ സാറിന്റെ സെക്ഷനിൽ വലിയൊരു അഭിമാനമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും സന്തോഷം, ഇന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഞാൻ നല്ല തിരക്കിലായിരുന്നു, ജോയിൻ ചെയ്യാൻ പറ്റി. സന്തോഷം എല്ലാവരും കണ്ടതില്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Okay, thank you, ma'am. Then congratulations. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നോ? ഹലോ, പറഞ്ഞോ. സുനിൽ സർ. മാജിക് മോർണിംഗ് അതെ ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു എക്സലിന്റെ ശേഷം ഞാനിങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഗുരുക്കന്മാര് ഒക്കെ കണ്ട് ഈ ലൈഫ് പർപ്പസിനെ കുറിച്ച് ഞാൻ ആദ്യം ചെറുപ്പത്തിൽ കഴിവുകളുണ്ടായിരുന്നു, അന്നിരുന്നു അത് നോക്കിയിരുന്നില്ല. സാധാരണ ഒരു ലൈഫാണ് സാറ് പറഞ്ഞ പോലെ സാധാരണ നാട്ടുപുറത്തിലെ ലൈഫ് മാതിരി നമ്മൾ നാണം ഇതായി ഒന്നും നമ്മളെ കഴിവൊന്നും തെളിയിക്കപ്പെട്ടില്ല. അപ്പോ ഇപ്പം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു കഴിവ് നമ്മളെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ കഴിവ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനത് DMIT ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കി, BM സാറെ അവരെ ഗ്രൂപ്പ് പോയിട്ട്. അപ്പോ എന്റെ കഴിവിനെ കുറെ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു, ജന്മനാ കിട്ടിയ കഴിവൊക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു അതിന് മ്യൂസിക്കാണ് കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജന്മനാ കിട്ടിയ അതിൽ കാണിച്ച മ്യൂസിക്കിന്റെ കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറെ ടാലന്റ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോ ഞാനും ഇതുപോലെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോട്ട്. Okay, thanks sir. Thank you. നമ്മുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് അയക്കാൻ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഇന്നത്തെ നമ്മുടെ ഒരു സെക്ഷനിൽ പങ്കെടുത്ത ഓസ്റ്റിൻ സാറിനും ക്ലാസ് എടുത്ത ഓസ്റ്റിൻ സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.